ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളെ എന്നല്ല, മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല. ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുക. എനിക്കൊരു മടിയിൽ ഞാനിങ്ങനെ എൻ്റെ ദൈവമേ ഇന്ത്യയുടെ വിക്കറ്റ് പോകരുതെന്ന് പ്രാർത്ഥിച്ച് ഞാൻ നോക്കിയിരിക്കും. നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ ഇവന്മാർക്ക് ഒരു പ്രശ്നമില്ല. പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹ് സഹിക്കുന്നില്ല. അതിനെ മര്യാദയാ? ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോഴേ അവൻ ദുഃഖിക്കേണ്ടത്. അതിന് പകരം പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒറ്റ ഒരുത്തരും ഈ ഭാരതത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവനാണെന്നാണ് എൻ്റെ അഭിപ്രായം. വേണമെങ്കിൽ പിണറായി വിജയൻ നാളെ ഒരു കേസ് കൂടെ എൻ്റെ പേരിൽ എടുക്കാം. ഇപ്പോൾ 10-12 ഉണ്ട്. എനിക്കൊരു വിരോധമില്ല. ഞാൻ വളരെ പച്ചയ്ക്കെതിരെ പറയുകയാണ്. എൻ്റെ അഭിപ്രായം ഇതാണ്. കേസെടുത്തു, ഞാൻ കോടതി പോയി തീർത്തോളാം. അതാണ് എനിക്ക് പറയാറുള്ളത്. ഇന്ത്യയെ തകർത്തത് നെഹ്റു ആണെന്ന് പരിഹസിച്ച PC ജോർജ് തൊടുപുഴയിൽ HRDS സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെഹ്റുവിന്റെ മകളായ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൽ ഒരു അത്ഭുതവുമില്ല. ഇന്ദിരയുടെ മകനായ സഞ്ജയ് ഗാന്ധിക്ക് ജനങ്ങളെ വന്ധീകരിക്കുന്നത് ഹോബിയായിരുന്നു. അയാൾ എങ്ങനെയാണ് ചത്തത് എന്നത് നിങ്ങൾ ഓർത്താൽ മതി. ദൈവത്തിന്റെ പ്രതികാരമാണ് അതെല്ലാം. ആരുടെയും മരണത്തെ ആഘോഷിക്കാൻ പാടില്ലാത്തത് കൊണ്ട് ഒന്നും പറയുന്നില്ല. കിറ്റ് കൊടുത്താൽ വോട്ട് ചെയ്യുന്ന മണ്ടന്മാരാണ് ജനത. അതുപോലെയാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നത്. ഇത്രയും നാണം കെട്ട പൗരന്മാർ ലോകത്തിൽ വേറെയില്ല. അന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഇന്ദിരയ്ക്കൊപ്പമായിരുന്നു. അവരെയൊക്കെ ഇന്ന് ഭരിക്കുന്നു. അവരെ പൗരന്മാർ തള്ളിക്കളയുന്നുമില്ല. കേരളത്തിൽ RSSന്റെ പ്രവർത്തനം എത്രയോ മഹത്തരമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവർക്ക് പെൻഷൻ നൽകണം. അടിയന്തരാവസ്ഥ കാലം കറുത്ത രാത്രികളായിരുന്നു കേരള ജനതയ്ക്ക് സമ്മാനിച്ചത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടപ്പോഴും കേരളത്തിൽ UDF അധികാരത്തിൽ വന്നു. കേരളത്തിലെ ജനതയുടെ ജനാധിപത്യ ബോധമില്ലായ്മയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നതെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. നാട്ടിൽ വർഗീയത പുലർത്തുന്നത് ശരിയാണോ എന്ന് മുസ്ലിങ്ങൾ ചിന്തിക്കണം. ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് കളിക്കുമ്പോൾ പാകിസ്ഥാന്റെ വിക്കറ്റ് നഷ്ടമാകുമ്പോൾ വിഷമിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. പാകിസ്ഥാന് വിക്കറ്റ് നഷ്ടമാകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നു. ഞാനിത് പച്ചയ്ക്ക് പറയുകയാണ്. കോടതി കേസെടുത്തോട്ടെ, ഞാൻ നോക്കിക്കോളാം. ഇതാണ് PC-യുടെ പ്രതികരണം. ഈ രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ്. കടുത്തിക്ക് പറയാം, എന്നാ കുഴപ്പം? മുസൽമാനാണ്. അങ്ങനെ വാപ്പ മോത്തിലാൽ അവർ മുസ്ലിം എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. മോത്തിലാലിൻ്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് കളിപ്പിൽ വെച്ച് മനുഷ്യടക്കാം. പുള്ളി പെരയ്ക്കാത്തല്ലേ പെരയ്ക്കാത്ത 5 പേര് നിൽക്കരിക്കും. മനസ്സിലായോ? പുള്ളി എന്നിട്ട് ദൈവവിശ്വാസം ഇല്ലെന്ന് നടക്കുക. പുള്ളി മോത്തിലാൽ നെഹ്റു മുസ്ലിമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ടല്ലോ. അങ്ങനെ മുസ്ലിം അല്ലേ ഇപ്പം നെഹ്റു? പിന്നെ നെഹ്റു അല്ലെന്ന് പറയാം. ഇല്ല, മത്തായിയുടെ പുസ്തകം വായിരം അപ്പം മനസ്സിലാവും. മനസ്സിലായി? മത്ത എഴുതിയിട്ടുണ്ട്, അത് വായിച്ചു. ഏനാ ജമാഅത്തിച്ച ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കണക്കല്ലേ? ഇത് രണ്ടും രാജ്യദ്രോഹികളല്ലേ? ഞാനിപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, കമ്മ്യൂണിസ്റ്റും തെറ്റാ, കോൺഗ്രസും തെറ്റാ. ഇത് രണ്ടിനും ഉപേക്ഷിക്കാനുള്ള സമയം. ഇവിടെ കേരളത്തിലെ മലയാളികൾ പാവങ്ങൾ അവർ LDF UDF മാറി നിൽക്കുക. വല്ല കാര്യമുണ്ട്? ഞാൻ അതുകൊണ്ട് 2 കൂട്ടരും പഠിച്ചിട്ടുണ്ട്. ഞാൻ 2 കൂട്ടരോട് നിന്ന് വിവരം പഠിച്ചിട്ടുള്ളവനെ. അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടും കള്ളന്മാരാണ്. ഈ രണ്ടിനും ഇല്ലാതാക്കണം എന്നുള്ള എൻ്റെ അഭിപ്രായം. പുതിയൊരു വിവാദം ഗവർണർ സർക്കാർ തമ്മിലുള്ള പോര് തന്നെയാണ്. ഈ ഭാരതാംബ വിവാദമാണ്. ഭാരതാംബ ഞാൻ ചോദിക്കട്ടെ, ഭാരതാംബ എന്ന് പറയും അതിന് വിവാദം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? ഭരണഘടനാ സ്ഥാപനം എനിക്കത് വിശ്വാസം. ഞാൻ ഭരണഘടന എനിക്ക് അതിന് അവകാശമില്ല. ഇത് അതിനത് സൗകര്യമുണ്ട് വണങ്ങും. ഞാൻ കയറിപ്പോൾ വണങ്ങിച്ചാൽ കയറിപ്പോയി കണ്ടില്ലേ? ഞാൻ വണങ്ങി വണങ്ങേണ്ട സൗകര്യമില്ലാത്ത വണങ്ങണ്ടെന്ന്. ഭരണഘടനാ സ്ഥാപനത്തിൽ സർക്കാർ സംവിധാനം സൗകര്യമുണ്ട് പാലിച്ചോണം. ഇല്ല വേണം നിങ്ങൾ പിണറായി വിജയൻ ഇപ്പം ഈ AK സെൻറ്ററിൽ എല്ലാം വെച്ച് കഴിഞ്ഞതാണ്. ദൈവവിശ്വാസം ഇല്ലാത്തതിന് തുണിയില്ലാത്ത പെണ്ണിൻ്റെ പടം വെച്ചാൽ വലിയ ആന. ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിലിട്ട് 2 പെണ്ണുങ്ങളല്ലേ തുണിയില്ലാത്തതിനെ കയറ്റാൻ നോക്കിയത് പിണറായി വിജയൻ? അതൊക്കെയാണോ ജനാധിപത്യം?
അത് തടഞ്ഞെന്നുള്ളതാണല്ലോ ഞാനുമായിട്ടുള്ള ആദ്യത്തെ അടി. ഞാനുമായിട്ട് പിണക്കൊണ്ടേ തവണയാണല്ലോ. ശബരിമല എന്ന് പറയുന്നത് ഏറ്റവും പരിപാവനമായ സ്ഥലമാണ്. 10 വയസ്സിനും 52 വയസ്സിനിടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ കയറാൻ പാടില്ല എന്നുള്ള അവിടെ നൂറ്റാണ്ടുകളായ ഒരു തീരുമാനമാണ്. അങ്ങോട്ട് പെണ്ണുങ്ങളെ തുണിയെടുക്കാത്ത പെണ്ണുങ്ങളെ കൊണ്ടുവന്നതാണ് പിണറായി വിജയൻ നിർബന്ധം. ഞാനത് തടഞ്ഞു എന്നുള്ളതിൽ ഞാനുമായിട്ടുള്ള തർക്കം. ഈ ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ അവർക്ക് പോട്ടെ നമ്മളെ നേരത്തെ ഇടപെടുന്നത്. ഇപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ 5 നേരം നിസ്കരിക്കണം, ഞാനിത് അത് നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞ കാര്യം എനിക്കെന്നെ. അല്ലെങ്കിൽ ഹിന്ദുക്കൾ രാവിലെ പോയി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, വേണ്ടാന്ന് പറഞ്ഞ കാര്യം എനിക്കെന്താ? അത് അവർ പ്രാർത്ഥിക്കട്ടെ. ഞാൻ പള്ളിയിൽ പോകുന്നു, എൻ്റെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ആർക്കും അവകാശം?